നടനും ബി.ജെ.പി. നേതാവുമായ ജി കൃഷ്ണകുമാറിനും കുടുംബത്തിനുമെതിരായ തട്ടിക്കൊണ്ടുപോകൽ കേസിൽ പരാതിക്കാരും കൃഷ്ണകുമാറും കൂടുതൽ വിശദീകരണങ്ങളുമായി രംഗത്തെത്തുകയാണ്. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ എന്താ പറ, എനിക്കറിയില്ല. മകൾ ദിയ കൃഷ്ണയുടെ ഷോപ്പിൽ നിന്ന് QR കോഡ് മാറ്റി പണം തങ്ങളുടെ അക്കൌണ്ടിലേക്ക് മാറ്റി 69 ലക്ഷം തട്ടിയെടുത്തു ജീവനക്കാർ എന്നതാണ് കൃഷ്ണകുമാറിന്റെ പരാതി. എത്ര വെറൈറ്റീസിലുള്ള കള്ളന്മാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. കൂടെ നിൽക്കുന്നവരെ പോലും നമ്പാൻ പറ്റില്ല. വളരെ കറക്റ്റ്. കൂടെ നിൽക്കുന്നവരാണ് ഏറ്റവും വലിയ പ്രശ്നം. പരാതിക്കാർ അല്പം മുൻപ് വിശദീകരിച്ചത് ദിയ ആവശ്യപ്പെട്ടത് പ്രകാരം തങ്ങളുടെ അക്കൌണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്തു എന്നാണ്. തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി നിരന്തരം ജാത്യാധിക്ഷേപം നടത്തി എന്നതുൾപ്പെടെ പരാതികൾ അവർ ഉന്നയിക്കുന്നുണ്ട്. സത്യത്തിൽ ഇത് ഉള്ളത് തന്നെയാണ്, അല്ലെങ്കിൽ നമ്മുടെ കണ്ണിപ്പൊടി ഇടാൻ വേണ്ടി? അതേന്ന് ഇന്ന് രാവിലെ DCC എന്ന് വിളിച്ചു പറയുമ്പോഴാണ് ഞാൻ കാര്യം അറിയുന്നത്. ദിയയുടെ വല്ലാത്തൊരു പ്രത്യേകത ഒരു സ്വഭാവമാണ്. അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ എപ്പോഴും എന്തിനേതിനും നമ്മുടെ വീട്ടുകാരി എല്ലാവരെയും വലിച്ചേർക്കുകയും പിന്നെ നമ്മളെ പറ്റി ഇവർ ആ ജാതിയിലുള്ളവരാണ്, അതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ പറ്റുന്നത്, ഇവർ സ്റ്റാൻഡേർഡ് ഇല്ലാത്തവരാണ്, ഇവർ നമ്മളെ പോലെയല്ല, ഇവരെ കൾച്ചർ വേറെയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ കസ്റ്റമേഴ്സിന്റെ അടുത്ത് അധിക്ഷേപിക്കുന്നതിന്റെ റെക്കോർഡ്സ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഷാജി എന്ത് പറഞ്ഞു? അത് ഈ ഉത്തരമുട്ടമ്പോ കൊണ്ടുവരില്ലേ, അതാണ് ഈ ജാതി കാർഡ്. എന്റെ ഫാമിലിക്കകത്ത് തന്നെ എന്റെ അച്ഛൻ നായർ, എന്റെ അമ്മ ഈഴവ, എന്റെ ഹസ്ബൻഡ് ബ്രാഹ്മൺ, എല്ലാം കൂടെ ചേർന്നൊരു മിക്സർ ആയിട്ട് വരും ഞാനും എന്റെ ജനിക്കാൻ പോകുന്ന കൊച്ചും. ഇത്രയും തെറ്റ് അവർ സമ്മതിക്കുന്നതിന്റെ വീഡിയോ സഹിതം അവരെ എഴുതി തന്ന സഹിതം നമ്മുടെ കയ്യിലുണ്ട്, എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. എന്നിട്ടും അവർക്ക് ഇത്രയും മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഇതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല, ഇതിനകത്ത് ഏറ്റവും വലിയ തെറ്റുകാരി ഞാനാണ്, ടാക്സ് വെട്ടിക്കാൻ അങ്ങനെ ചെയ്തു, എല്ലാം അവർ പറയുന്നുണ്ടെങ്കിലും ഒന്നിനു പോലും അവർ വാലിഡ് പ്രൂഫ് തരുന്നില്ല. നീ തെളിവുണ്ടെങ്കിൽ കാണിക്കടാ, വെറുതെ കാണണോ പറയാതെ. ഞാൻ കാണിച്ചോളാം, സമയമാകുമ്പോ ഞാൻ കാണിച്ചോളാം. അപ്പൊ കാണിക്കുമ്പോ നീ കണ്ട വഴി ഓടാനാടി. അച്ഛാ ദീവിനുണ്ടല്ലോ, നാട്ടിലെ പെണ്ണുങ്ങൾ കഷ്ടപ്പെട്ടെന്തെങ്കിലും ആയി കഴിയുമ്പോ ആണുങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു തരം അസൂയ, അതാണ് നിനക്ക്. ദിയയുടെ വല്ലാത്തൊരു പ്രത്യേകത ഒരു സ്വഭാവമാണ്. മനസ്സിലായി. 8 ലക്ഷം രൂപ നിങ്ങളുടെ പേഴ്സണൽ പൈസയാണ്. അതെ, നിങ്ങൾ പരാതി കൊടുത്തിരിക്കുന്നത് തട്ടിക്കൊണ്ടുപോയതിന് മാത്രമാണ്. ഇപ്പൊ നിങ്ങളുടെ പണം ദിയ തട്ടിയെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതിന് പരാതി കൊടുത്തിട്ടുണ്ട്? അതിന് ഞങ്ങൾ ഇപ്പൊ പരാതി കൊടുത്തിട്ടില്ല. ഞങ്ങൾ ഉടനെ അതിന് വേണ്ടിയുള്ള കാര്യം ചെയ്യുന്നുണ്ട്. നമ്മൾ ലീഗലി അഡ്വൈസ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പൊ നമ്മുടെ അഡ്വക്കേറ്റ് പറയുന്ന പോലെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും.